കേരളത്തിൽ താമര വിരിയിച്ച താരത്തിനെ ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം. ഒരു MP മന്ത്രി എന്ന നിലയിൽ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നറിയാമോ? MP എന്ന നിലയിൽ 1,00,000 രൂപയാണ് അടിസ്ഥാന ശമ്പളമായി കിട്ടുന്നത്. 2018 മുതലാണ് ഇന്ത്യയിൽ ലോക്സഭാ അംഗങ്ങൾക്കുള്ള അടിസ്ഥാന ശമ്പളം 1,00,000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. കൂടാതെ ഓഫീസ് പരിപാലനത്തിനും മറ്റ് ചിലവുകൾക്കുമായി 70,000 രൂപ മണ്ഡലം അലവൻസായി ലഭിക്കും. പേഴ്സണൽ സ്റ്റാഫിൻ്റെ ശമ്പളം, സ്റ്റേഷനറി, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്കായി 60,000 രൂപ വേറെയും കിട്ടും. പാർലമെൻ്ററി സെക്ഷനുകളിലും മറ്റും കമ്മിറ്റി മീറ്റിങ്ങുകളിലുമൊക്കെ പങ്കെടുക്കാനായി MP മാർ ഡൽഹിയിലെത്തുമ്പോൾ താമസം, ഭക്ഷണം എന്നിവയ്ക്കായി ഓരോ ദിവസവും 2,000 രൂപ അലവൻസ് കിട്ടും. അത് എത്ര ദിവസം നിൽക്കുന്നോ അത്രയും ദിവസവും 2,000 രൂപ വീതം കിട്ടും. MP മാർക്കും അടുത്ത കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം സൗജന്യമായി 34 തവണ ആഭ്യന്തര വിമാനയാത്രകൾ നടത്താം. സൗജന്യമാണ്, ടിക്കറ്റിന് പൈസ കൊടുക്കണ്ട. രാജ്യത്ത് എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാം. ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ സൗജന്യ യാത്ര നടത്താം. മണ്ഡലത്തിലെ റോഡ് യാത്രയ്ക്ക് കാറിൽ പെട്രോൾ അടിക്കാൻ അലവൻസ് കൊടുക്കും. MP മാർക്ക് അവരവരുടെ കാലയളവായ 5 വർഷം പ്രധാന നഗരങ്ങളിൽ സൗജന്യമായി താമസിക്കാം. സീനിയോറിറ്റി അനുസരിച്ച് സർക്കാർ ബംഗ്ലാവുകളോ ഫ്ലാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിക്കും. ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം 2,00,000 രൂപ ഭവന അലവൻസ് കിട്ടും. MP മാർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് സ്കീമിൽ, അതായത് CGHSന് കീഴിലുള്ള സൗജന്യ ചികിത്സ ലഭിക്കും. സർക്കാർ ആശുപത്രികളിലെ ചികിത്സയോ അല്ലെങ്കിൽ ഹെൽത്ത് സ്കീം പദ്ധതിയിൽപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സിക്കാം. അതിനും ഒരു നയ പൈസ ചെലവില്ല. ഒരു തവണ MP ആയാൽ, അതായത് 5 വർഷം പൂർത്തിയാക്കിയാൽ പ്രതിമാസം 25,000 രൂപ പെൻഷൻ ലഭിക്കും. അത് ആജീവനാന്ത കാലമാണ്. ജീവനുള്ളിടത്തോളം കാലം, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ 25,000 രൂപ പെൻഷൻ കിട്ടും. ഓരോ അധിക സേവന വർഷത്തിനും പ്രതിമാസം 2,000 രൂപ വീതം ഇൻക്രിമെൻറ്റും കിട്ടും. MP മാർക്ക് 50,000 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും 4,000 കിലോലിറ്റർ വെള്ളവും സൗജന്യമായി കിട്ടും. പ്രധാനമന്ത്രിക്ക് 3,000 രൂപയും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് 2,000 രൂപയും പ്രതിമാസം പ്രത്യേക അലവൻസ് ലഭിക്കും. വസതികളിലും ഓഫീസുകളിലും സൗജന്യമായി ഇൻ്റർനെറ്റ് കണക്ഷനുകളും കിട്ടും. ഇതൊക്കെയാണ് സുരേഷ് ഗോപി അണ്ണന് നമ്മുടെ പൊതു ഖജനാവിൽ നിന്നും ലഭിക്കുന്നത്. സുരേഷ് ഗോപി അണ്ണന് മാത്രമല്ല, എല്ലാ MP മാർക്കും മന്ത്രിമാർക്കും കിട്ടുന്ന തുകയാണിത്. ചുമ്മാതാണോ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആക്രാന്തം കാണിക്കുന്നത്? ഇത്രയുമൊക്കെ ആനുകൂല്യം കിട്ടുന്നവർ ആരെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുമോ? മറ്റാർക്കെങ്കിലും വഴിമാറി കൊടുക്കുമോ? ചിന്തിച്ച് നോക്ക്.